സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹ് മിന ദുആ ഐ അഫ്ളല. അല്ലാഹുവിന്റെ അടുക്കൽ ദുആയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല, പ്രാർത്ഥനയേക്കാൾ പുണ്യം നിറഞ്ഞ മറ്റൊന്ന് റഹ്മാനായ റബ്ബിന്റെ അടുക്കലില്ല. റഹ്മാനായ റബ്ബ് ഏറ്റവും ആദരവോടുകൂടി സ്വീകരിക്കുന്ന അമലും ദുആയെ പോലെ വേറെയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ആ ദുആയുടെ പവർ എന്ന് പറയുന്നത്, ചില ആളുകൾ പറയും നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നോളൂ, വേറൊന്നും ചെയ്യണ്ട. പ്രാർത്ഥനയേക്കാൾ വലിയ ആയുധമുണ്ടോ പ്രിയപ്പെട്ടവരെ? ലാ യറുദ്ദുൽ ഖദാഅ ഇല്ല ദുആ, ലാ യറുദ്ദുൽ ഖദാഅ ഇല്ല ദുആ. ദുആ കൊണ്ടല്ലാതെ ഖദാ നീങ്ങുകയില്ല. ഖദാഇനെ തന്നെ നീക്കാൻ മാത്രം ശക്തമായ ആയുധമായി അല്ലാഹു പഠിപ്പിച്ചത് പ്രാർത്ഥനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പോകുന്നില്ല, കാരണം ആക്റ്റീവ ഇല്ല, ബൈക്കില്ല. അതാ എന്താണോ നീ പള്ളിയിൽ ജമാഅത്തിന് പോകാത്തത്? അവിടെ പാർക്കിങ്ങിന് സൗകര്യമില്ല. എവിടെ? സ്വന്തം വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ജമാഅത്തിന് പോകാത്ത പുതിയ ലിബറൽ കാലത്താ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പരലോകത്തെ കുറിച്ച് പഠിക്കണം. 300 വാളുകൾ കൊണ്ട് ഒന്നിച്ച് വെട്ടിയാൽ എത്ര വേദനയാണോ ഉണ്ടാവുന്നത്, ആ വേദനയാണ് ഒരു മനുഷ്യന്റെ മരണസമയത്ത് ഉണ്ടാവുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിമ്പിളായി ഒരു ഉദാഹരണം പറയാം. നമ്മുടെ തള്ളവിരൽ എടുക്കുക, എന്നിട്ട് ഈ തള്ളവിരലിന്റെ ഉള്ളിലേക്ക് ഒരു മൂർച്ചയുള്ള ആണി അടിച്ച് കയറ്റിയാൽ എത്ര വേദന ഉണ്ടാവും? നല്ല വേദന ഉണ്ടാവും. എന്താ കാരണം? ഗ്യാപ്പില്ലാത്ത സ്ഥലത്ത് ഗ്യാപ്പാവുന്നുണ്ടാണോ? അല്ല, ആ ആണി കയറുന്ന ചെറിയ സ്ഥലത്തെ റൂഹ് അവിടെ നിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്നു. ആ ചെറിയ സ്ഥലത്തെ റൂഹ് പോകുന്നത് കൊണ്ടാണ് അത്രയും വേദന. അപ്പൊ തല മുതൽ കാല് വരെയുള്ള റൂഹ് പോകുന്ന പ്രോസസ്സാണ് മരണം. ആ സമയത്തുള്ള വേദന എന്തായിരിക്കും?